നോക്കൂ, ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ കോൺഗ്രസിന് ഭീഷണിയാണ് വിമത നീക്കങ്ങൾ. പത്രിക സമർപ്പിച്ച കൊയ്യം ജനാർദ്ദനൻ കോൺഗ്രസ് വിമതനായി മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയിൽ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് KC വേണുഗോപാലിന് കത്തയച്ചു. അതിനിടെ ഇന്ന് വൈകിട്ട് പയ്യന്നൂരിൽ ചേരുന്ന UDF യോഗത്തിൽ ജില്ലാ UDF ചെയർമാൻ PT മാത്യു പങ്കെടുക്കും. യോഗത്തിൽ വിമതർ നിലപാടറിയിക്കും. ഇനി പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ സഹകരിക്കുന്നില്ല എന്നും UDFന് ഒരു പരാതിയുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, പയ്യന്നൂരിലും തളിപ്പറമ്പിലുമാണെങ്കിലും ഈ CPIM വിമതരെ ചേർത്ത് നിർത്താൻ സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പ്രാദേശികമായി ഉയർന്ന എതിർപ്പുകൾ അതിനെ പൂർണ്ണമായി അവഗണിക്കാൻ പാർട്ടിക്ക് കഴിയുന്നതല്ലോ. അതിപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കൊയ്യം ജനാർദ്ദനനാണെങ്കിലും ഒക്കെ വിമതനായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ കത്തടക്കം പോയിരിക്കുകയാണ്. എന്താണ് ഈ രണ്ടിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, കോൺഗ്രസിന് വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് പയ്യന്നൂർ. തളിപ്പറമ്പും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കില്ല എങ്കിൽ കൂടി CPMനോട് നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്ന രണ്ട് സ്ഥലം. അവിടങ്ങളിലാണ് ഇപ്പോൾ രണ്ടിടത്തും CPMൽ നിന്ന് പുറത്തു വന്നവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതും UDF അവർക്ക് പിന്തുണ നൽകുന്നതും. ഇതോടുകൂടിയാണ് പ്രാദേശിക നേതൃത്വം, പ്രവർത്തകരൊക്കെ ചൊടിച്ചത്, എതിർസ്വരമുയർത്തുന്നത്, വിമതസ്വരമുയർത്തുന്നത്. കൊയ്യം ജനാർദ്ദനൻ, അദ്ദേഹം KPCC അംഗമാണ്. തളിപ്പറമ്പിൽ അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം പത്രിക നൽകുകയും ചെയ്തു. പയ്യന്നൂരിലും സമാനമാണ് സാഹചര്യം. അവിടെ ഇന്നിപ്പോൾ UDFന്റെ യോഗമുണ്ട്. ആ യോഗത്തിലാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അവിടെയും ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഈ രണ്ടിടങ്ങളിലും സംഭവിച്ചിട്ടുള്ള കാര്യം റോഷ്നി, പ്രാദേശിക നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ ഇവരെ പിന്തുണയ്ക്കാൻ, ഈ CPMൽ നിന്ന് വിട്ടുവന്നവരെ പിന്തുണയ്ക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തു എന്നുള്ളതാണ് പ്രാദേശിക നേതൃത്വവും ഒപ്പം തന്നെ പ്രവർത്തകരും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യം. തളിപ്പറമ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇത്തവണ മത്സരിച്ചാൽ തങ്ങൾക്ക് വിജയമുണ്ടാകും എന്ന് വരെ കോൺഗ്രസ് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അവിടെ അന്ന് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് കഴിഞ്ഞിരുന്നു. പയ്യന്നൂരിലും നല്ല മികച്ച രീതിയിലുള്ള ഒരു പോരാട്ടം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്തിനാണ് CPMൽ നിന്ന് പുറത്തു വന്നവരെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അവർക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്നത് എന്ന ചോദ്യമാണ് ഏതായാലും പ്രാദേശിക നേതൃത്വം ചോദിക്കുന്നത്. ഇതിൽ പല തരത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ DCC പ്രസിഡന്റ് എത്തുന്നു, DCC ഭാരവാഹികൾ എത്തുന്നു, ഈ നേതൃത്വത്തെ കാണുന്നു, പ്രവർത്തകരെ കാണുന്നു, അവരെ അനുനയിപ്പിക്കാനൊക്കെയുള്ള നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ഏതായാലും രണ്ടിടത്തും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. തങ്ങളുടെ നിലപാടിൽ പ്രാദേശിക നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസിന്റെ നിലപാടാണ്. ഈ പിന്തുണയിൽ, UDFന്റെ പിന്തുണയിൽ തുടക്കം മുതൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് UDF ആണ്, യൂത്ത് കോൺഗ്രസ് ആണ്. ആദ്യഘട്ടത്തിൽ V കുഞ്ഞികൃഷ്ണനെ UDF പിന്തുണയ്ക്കുമെന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് കൃത്യമായി തന്നെ പറഞ്ഞു, തങ്ങൾ അങ്ങനെയെങ്കിൽ തങ്ങൾ നിസ്സഹകരണത്തിലേക്ക് കടക്കും. ആ രീതിയിലുള്ള നിലപാട് അവർ ഇപ്പോഴും തുടരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ തന്നെ തളിപ്പറമ്പിൽ പത്രിക നൽകും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ്, അദ്ദേഹം പയ്യന്നൂരിൽ മത്സരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. ഒരുപക്ഷെ സ്ഥാനാർത്ഥികളാകാൻ യൂത്ത് കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം വരാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ അവർ ഒരു നിസ്സഹകരണത്തിലേക്ക് കടന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് വലിയ അങ്കലാപ്പിലാക്കും. കാരണം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി മുന്നിൽ നിൽക്കാറുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അതിനാൽ തന്നെ അവരുടെ വിട്ടുനിൽക്കൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ അത് സംസ്ഥാന നേതൃത്വത്തിനടക്കമുണ്ട്. അവരെ ചേർത്തു നിർത്തും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണ് VD സതീശന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവരെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഇവർ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ അവരെ അനുനയിപ്പിക്കാം, യൂത്ത് കോൺഗ്രസിനെ എങ്ങനെ അനുനയിപ്പിക്കാം, ഈ വിമത സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ വിമത നീക്കം നടത്തുന്നവരെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നുള്ള അവസാനവട്ട ആലോചനയിലാണ് നേതൃത്വം ഏതായാലും ഉള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പയ്യന്നൂരെ കാര്യം എന്താകും എന്നുള്ളത് നമുക്കിന്ന് വൈകിട്ടോട് കൂടി അറിയാം. അവിടെ UDF ജില്ലാ ചെയർമാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം വരിക. നിലവിലേതായാലും തളിപ്പറമ്പിൽ ഒരു വിമത സ്ഥാനാർത്ഥി കോൺഗ്രസിനുണ്ട്. കൊയ്യം ജനാർദ്ദനൻ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പാർട്ടിയോട് പിണങ്ങി പുറത്തെത്തിയ CPIM വിമതരെ ചേർത്ത് നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും ഉയരുന്ന പ്രാദേശിക എതിർപ്പുകളെ എങ്ങനെ പാർട്ടി മറികടക്കുമെന്നുള്ളതാണ് കോൺഗ്രസിനകത്തെ പ്രശ്നം.